ഹായ് ഹലോ നമസ്കാരം. വിനീസ് ടി വി നവ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതിനകത്ത് ഈ ജാമിദ് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഈ ജാമിദ് ടീച്ചറെ പൊളിച്ചെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് വേറെ ആരുമല്ല, നമ്മുടെ തിർച്ചി ഷബീന. അപ്പൊ ഷബീനയാണ് ജാമിദ് ടീച്ചറിനെ പൊളിച്ചെടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പം ജാമിദ് ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും എനിക്കറിയില്ല, പേഴ്സണലി എനിക്കറിയില്ല. അവർ പറയുന്നില്ല ശരി തെറ്റുകൾ എനിക്ക് പറയാൻ അത്രത്തോളം ഒന്നും എനിക്ക് ഖുറാനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും കേട്ട് മറന്ന കുറെ കാര്യങ്ങളും നമുക്കും ഉണ്ടല്ലോ. അപ്പം ഞാനിതിന്റെ ഖുറാന്റെ മലയാളം പരിഭാഷയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ലോജിക്കലി അത് ശരിയല്ല. അങ്ങനെ ഒരു ഖുറാന്റെ മലയാളം പരിഭാഷയൊന്നും ലോജിക്കലി ശരിയല്ല. അത് അറബിക്കിൽ തന്നെ പഠിച്ചാലേ അത് ക്ലിയർ ആവൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പൊ അങ്ങനെ പരിഭാഷ കിട്ടാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്റ്റോറീസ് അറിയാം. ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ബൈബിൾ വായിച്ചിട്ടുണ്ട്, ഖുറാൻ വായിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഹൈന്ദവ വേദങ്ങൾ, ഈ പറയുന്ന രാമായണം, മഹാഭാരതം ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതിപ്പം ഈ പറയുന്ന ജാമിദ ടീച്ചർ എന്ന് പറയുന്ന അവരാണോ ഷബീന ബീവിയാണോ ശരിയെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഷബീന ബീവി ഇവിടെ പറയുന്നത്, ഈ ഒരു വീഡിയോ ഞാൻ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ വെനീസ് ടി വി നവ എന്ന് പറയുന്ന ചാനൽ ഇവരെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അറിയണം, ഈ മുഹമ്മദ് നബിയുടെ അമ്മ വെടിയാണെന്നാണ് ഇവരിവിടെ പച്ചയ്ക്ക് പറയുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അഭിപ്രായം സംസാരിക്കാം. ഓക്കെ, പറ്റണോടാ ഈ വ്യഭിചാരവും വേലിചാട്ടവും ഒക്കെ ഈ നിരീശ്വരവാദികളല്ല ആദ്യം തുടങ്ങിയത്. 1400 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ എന്താ അവന്റെ പേരെന്തുവാ, മമ്മദോളി, അവന്റെ തള്ളയാണ് തുടങ്ങി വെച്ചത്. ആരിൽ നിന്നോ ഉണ്ടായ ഗർഭം, അത് 4 വർഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന ദിവ്യഗർഭം എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വെടി ആമിനെയാണ്. ആ വെടിച്ചു തള്ളക്കുണ്ടായ മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയ. അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത് നിന്റെ മതമാണ്. നീ വിശ്വസിക്കുന്ന നിന്റെ മതം, ആ മതത്തിൽ ഇങ്ങനെ ഒരു വ്യഭിചാരം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതിനനുബന്ധമായി അടുത്തെന്താ നടന്നേ, അമ്മയുടെ വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. തെറ്റല്ല, നല്ല കാര്യമാണ്. അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ഞാൻ വിചാരിച്ചു ഇയാൾ ഭയങ്കര നവോത്ഥാന നായകനാണ്. അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല 2 വിവാഹം കഴിച്ച് നഷ്ടപ്പെട്ടു പോയി. 3ാമത്തെ വിവാഹത്തിലാണ് ഇവരൊക്കെ കിട്ടുന്നത്. പെണ്ണ് ഖദീജ. ഇനി നിങ്ങൾ പറയൂ, ഇതേ കണക്കുള്ള സാമൂഹിക വിപത്തുകളെ വിപത്തെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം തീവ്ര ഇസ്ലാം സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഈ വെനീസ് ടി വി എന്താണ് അവകാശപ്പെടുന്നത്? മുഹമ്മദ് നബിയുടെ അമ്മ വെടിയായിരുന്നെന്നോ? എന്തവകാശമാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കാനുള്ളത്? ഇവരെ ഇങ്ങനെ പൊക്കി നിങ്ങൾ ഹൈറ്റിലേക്ക് കയറ്റി വിടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, മുഹമ്മദ് നബി ഒരു വേശ്യനാണെന്നും മുഹമ്മദ് നബിയുടെ അമ്മ ആമിന ഒരു വേശ്യ സ്ത്രീയാണെന്നും മുഹമ്മദ് നബി അമ്മയെക്കാട്ടും പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ഈ സ്ത്രീ വന്നിരുന്ന് പറയുമ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. ഇവര് പറഞ്ഞിട്ടുള്ള ഈ ഇസ്ലാം മതത്തെയും ഒക്കെ നിങ്ങളെ ഈ മുസ്ലിങ്ങളെ അവര് വിളിക്കുന്നതന്നെ മുറിയണ്ടി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മുറിയണ്ടി എന്നാണ്. ഇവരുടെ പല കാര്യങ്ങളും ഇപ്പോഴും ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കിടക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ലോജിക്കലി നിങ്ങൾ ഈ മതത്തിനോട് നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല. നിങ്ങൾക്ക് ജാമിദയോട് ജയിക്കണം. ജാമിദയോട് ജയിക്കുന്നത് മാത്രമാണോ ഇസ്ലാം മതം? ഇപ്പൊ ജാമിദ ടീച്ചർ പറയുന്നതിൽ ശരിയും തെറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്ര ഗ്രഹണമായൊന്നും കാര്യങ്ങളൊന്നും അവലോകനം ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ ഈ സ്ത്രീ പറയുന്നത് പച്ച അസംബന്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവരിപ്പോ പല കാര്യങ്ങളും പറയുന്നുണ്ട്, ഹൈന്ദവ വേദത്തിലേക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. കുറ്റപ്പെടുത്താൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാം, നമുക്ക് എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി, ഈ ഇസ്ലാം വേദത്തെ പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. ഒരു അറബി യുദ്ധം നടക്കുന്ന സമയത്താണ്, എൻ്റെ അറിവിൽ അറബി യുദ്ധം നടക്കുന്ന സമയത്താണ് ഈ വിവാഹങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വിവാഹങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുന്ന ആ സമയത്ത് ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ വിവാഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്.
ആ ടൈമിൽ അത് അങ്ങനെ പറ്റുള്ളായിരുന്നു. കാര്യം വളരെ പുരുഷന്മാരെല്ലാവരും മരിച്ച് മണ്ണടിഞ്ഞ് സ്ത്രീകളുടെ ഒരുപാട് സ്ത്രീകളുമായപ്പോൾ അവർക്ക് അഭയം നൽകാൻ വേണ്ടി മുഹമ്മദ് നബി 2-3 വിവാഹം കഴിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെ കരുതി അദ്ദേഹം അത്ര മോശം മനുഷ്യനാണ്, ഇതേ കണക്ക് വേശ്യനാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പൊതുവെ ഞാനൊരു കാര്യം പറയാം, ഈ മതം എന്ന് പറയുന്നത് എല്ലാം കാലഹരണപ്പെട്ടത് തന്നെയാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് ആ പറഞ്ഞു തരുന്ന ആ കാലഘട്ടത്തിന്റെ ശരികളാണ്. അവരെല്ലാവരും നല്ലതാണ് പറഞ്ഞു തന്നത്, പലർക്കും വെളിച്ചമാകാൻ വേണ്ടിയാണ്. ഈ അറബ് സാമ്രാജ്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരാൾക്കാരെ മുന്നോട്ട് നയിച്ച നല്ല വിവരമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു മുഹമ്മദ് നബി. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം പഠിച്ചത് ഈ പറയുമാതിരി ഇന്ത്യയിലോ മറ്റൊക്കെയാണ്. അത് അദ്ദേഹത്തിന്റെ മാപ്പ് രേഖകളും മറ്റുമൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു കാലഘട്ടത്തില് ഇത്രയും ദൂരെ പോയി, ഇത്രയും അറിവ് നേടി, ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയി അന്നത്തെ പ്രാകൃത ലോകത്തെ നിലനിർത്താൻ വേണ്ടി, അന്നത്തെ പ്രാകൃത ലോകത്ത് ജനങ്ങൾ ഇല്ലായ്മയാവാതെ പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത കുറേ നിയമങ്ങളാണ്. ഇന്ന് പിന്തുടർന്ന് തെറ്റായ രീതിയിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് ഇസ്ലാം സമൂഹം മൊത്തം മോശമാണെന്ന് പറയുന്നതിലൊന്നും ഒരു ഇതുമില്ല. ലോജിക്കലി ഞാനൊരു മതത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, ഞാൻ മതവിശ്വാസിയല്ല. എന്നിരുന്നാലും ഓരോ മതവും ഓരോ വിശ്വാസവും ഓരോരുത്തരുടെ വെളിച്ചമാണെന്നാണ് കരുതുന്നത്. ഇപ്പം മതമില്ല എന്നുള്ളത് എൻ്റെ വെളിച്ചം, മതം ഉണ്ടെന്നുള്ളതും മതങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ വെളിച്ചം. ആ വെളിച്ചം കുത്തി അണയിക്കാൻ നോക്കുന്ന ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ ഒരു വ്യത്യസ്തം വളരത്തില്ല, അങ്ങനെ ഒരു മതവും വളരത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മതത്തിലുള്ളവരെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് അന്ധമായ മതവിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർ നമുക്ക് മറ്റുള്ളവർക്ക് വലിയ ദോഷമൊന്നുമില്ല, അവരുടെ ചുറ്റുമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. കാര്യം അവർ ഈ അനാചാരങ്ങളൊക്കെ ചെയ്ത് സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കി ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളൂ. നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കേസൊന്നുമല്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്ലോമാറ്റിക് മതവാദികളുണ്ട്. ഈ പറയുന്ന ഈ വെനീസ് TV പോലുള്ള ആൾക്കാരാണ് ഡിപ്ലോമാറ്റിക് മതം. അത് ഒരാളെ തോപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് നടപ്പാക്കാൻ വേണ്ടി മാത്രം എന്ത് തോന്നിവാസം കാണിക്കുക, എന്ത് തോന്നിവാസം. ഇവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത്, ഈ ഷബീന ബീവി എന്ന് പറയുന്നവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാം മതത്തെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഷബീന ബീവിയാണ്. എന്നിട്ടും അവർക്ക് കൊട പിടിക്കാൻ വേണ്ടി ഭയങ്കര മോശമായിട്ട് ഇദ്ദേഹം എന്താ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാലത്തും അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഇതാണോ വെനീസ് ടിവിയുടെ ഒരു വെനീസ് TV നവയുടെ ഒരു സംസ്കാരം? ഇസ്ലാം മതം ഇത്തരത്തിലുള്ള മതമാണോ? അപ്പം ഇത്തരം ഒരു സ്ത്രീയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരം ഒരു മതത്തെ ഇത്രയും മോശമാക്കി കാണിച്ച, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ പോലെ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്, അദ്ദേഹത്തെ ഇത്രയേറെ മോശമാക്കി കാണിച്ച ഒരു സ്ത്രീയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാടുണ്ട്. നിങ്ങളുടെ സുന്നത്ത് ഇതിനെപ്പറ്റി ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട്, വേറെ കുറെ കാര്യങ്ങളെ പറ്റി. ഞാൻ ഇതിനകത്ത് കുറച്ച് ഭാഗം മാത്രം ഈ ചാനലുകാരെ കാണുന്നെങ്കിൽ കാണട്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അല്ലാതെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വേഷം കെട്ടി ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. അല്ലാതെ ഇസ്ലാം നാമധാരിയായിരുന്നിട്ട് ഇസ്ലാമിനെ എതിർക്കുന്ന വ്യത്യസ്തകൾ അവരവരുടെ വഴിക്ക് പോട്ടെ, അവർക്ക് പലതും പറയും കാണും. അപ്പൊ ഞാൻ ഈ ജാമിദ ടീച്ചറിനോട് ഒരു കാലത്തും യോജിക്കുന്ന ഒരാളല്ല. പക്ഷേ ഷബീന ബീവിയെ പോലുള്ള ഒരാളോട് ഒരു കാലത്തും ഒരു ഇസ്ലാം മതത്തിലുള്ള ഒരു വ്യക്തിക്കും യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാമിദയായാലും ഇവരായാലും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഒരു കാലത്തും ഇവർ മുസ്ലിമിന് വേണ്ടിയല്ല. ഇവരിപ്പോഴും പേഴ്സണലി പലരോടും ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന പലരോടും പറയുന്ന ഇത്രയും വൃത്തികെട്ട മതമില്ല എന്നാണ്, ഇത്രയും വൃത്തികെട്ട പ്രാകൃതമായ ഒരു മതമില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അറിയില്ല, എനിക്കറിയില്ല ഇതിനെപ്പറ്റി. നമുക്ക് ലോജിക്കലി പറയാനൊന്നും അറിയില്ല. കാര്യം അവർ ആ മതത്തിൽ ജനിച്ചു വളർന്നതാണ്. ഇനി ചിലപ്പം ഈ പറയുന്ന കണക്ക് വെനീസ് ഉദ്ദേശിക്കുന്നു അതാണോ എന്ന് അറിയത്തില്ല. കാര്യം ഇവർക്ക് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മതവിശ്വാസം, അതായത് 4 പേരെ അടിക്കണം, തമ്മിലടിക്കണം, അതിന്റെ ചോര വിട്ടണം, അതിന്റെ പണം പറ്റണം എന്നുള്ളൊരു ലാഭത്തിൽ മാത്രമാണ് വെനീസ് എന്ന് പറയുന്ന TV, ഈ ഒരു വെനീസ് എന്ന് പറയുന്ന TV എന്നൊക്കെ പറയുന്നത്, TV നവാസ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചാനല്
ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്ക് പൈസ കിട്ടിയാൽ മതി, ഈ പറയുന്ന ജാമ്യത എന്ന് പറയണം, പണം കിട്ടണം, ആ ഒരു ലാഭം മാത്രം നോക്കിയാണോ മുന്നോട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇനി അദ്ദേഹത്തിന് ഈ ഷെബീന ബീവിയുടെ ഹിസ്റ്ററി അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ? ഇവരുടെ ഹിസ്റ്ററി അറിയാമെന്നോ അറിയത്തില്ല. ഇവരെന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുടെ മക്കളെ, കൊച്ചുമക്കളെ, പൊടി കുഞ്ഞുങ്ങളെ ഒക്കെ കേറിയിട്ട് തെറി പറയും. ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ തെറി പറയുക നേടുക എന്നുള്ള ഒരു ഒറ്റ ഇതായിരുന്നു. അപ്പൊ അവര് ചോദിക്കും ഞാൻ തെറി പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ലോകത്തെ തെറി പറഞ്ഞിട്ടുള്ള എന്നെ തെറി പറഞ്ഞിട്ടുള്ളവരെ മാത്രമാണ്, അല്ലാതെ ഞാൻ വേറെ ആരെയും പോയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പറഞ്ഞിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് പറയുന്നത് ഇത് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കോമൺ സെൻസ്. അത് ഷെബീന ബീവി കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയിക്കാൻ, അതായത് ലോജിക്കലി അല്ലെങ്കിൽ എത്തിക്കലി സംസാരിക്കാൻ ഇവർക്കുള്ള ഒരു സ്റ്റാൻഡേർഡും ഇല്ല. ഈ ഷെബീന ബീവി ആയാലും പാണ്ഡിജി ആയാലും എല്ലാം കണക്കാണ്. ഇവർക്ക് തെറി പറയുക വിജയിക്കുക. ഇപ്പം വേറൊരു വഴിയില്ല, കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ അന്യ ചാനലുകളിൽ പോവുക, ഒരു ഫേക്ക് ഐഡി ഉണ്ട്. ഇപ്പം ഷെബീന ബീവി ഇവരുമായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു രാധാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഇതാണ്. അവർക്ക് ഈ പറയുന്ന മതങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കുക, ഈ രണ്ടുപേർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇവര് ഫേക്ക് ഐഡി എടുത്തുകൊണ്ട് പോകും. അപ്പം വേറൊരാള് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന അതേ പേരിൽ ഒരു ഫേക്ക് ഐഡി എടുക്കുക, അപ്പുറത്ത് പോയി തെറി പറയുക. ഇതേ കണക്ക് നമ്മളുടെയൊക്കെ പേരിൽ ഫേക്ക് ഐഡി എടുത്ത് അപ്പുറത്തും പോയി കമന്റ് പറഞ്ഞിട്ട് ഇതേ ഐഡിയ എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ ഐഡിയ ഒന്നും എടുത്തുകൊണ്ട് പോയിട്ട് അബദ്ധം പറ്റാന്നടുത്ത് അത് പിടിക്കപ്പെടാന്നടുത്തും ഒക്കെ ഇതുപോലുള്ള ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ജാമ്യതയുടെ പേരിൽ പല കമന്റുകളും പറയുന്നതും അവരെ എത്രത്തോളം ഇസ്ലാം വിരോധിയാക്കിയതും ഒക്കെ ഈ സ്ത്രീയാണ്. പിന്നെ അവരുടെ കുഞ്ഞിനെ ഇതൊക്കെ പറഞ്ഞത് ഏത് രീതിയിൽ യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മതത്തെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം. അത് ഷെബീന ബീവി എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരു കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന വെനീസ് TV നാവ ഇവരെ അറിവില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ബ്രോ ഇവിടെ കമന്റ് ഇടണം കേട്ടോ. അപ്പം നിങ്ങൾ തന്നെ പറയൂ, ജാമ്യത പറയുന്നതിനെക്കാട്ടും അല്ല ഷെബീന പറയുന്നതിനെക്കാട്ടും വളരെ ക്രൂരമാണോ ഈ ജാമ്യത പറയുന്നവര്? ഒരു ലോജിക്കും ഇല്ല. ഭയങ്കര മോശമായിട്ടാണ് ഇപ്രമാതിരി നബിയുടെ അമ്മയൊക്കെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നബി വിവാഹം കഴിച്ച ആൾക്കാരെ പറയുക, നബിയെ ഒരു വേഷനായിട്ട് മുദ്ര കുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നിങ്ങളെപ്പോലെ ഒരു ചാനൽ പിന്തുണയ്ക്കുന്നതും കൂടെ കാണുമ്പോഴാണ് അങ്ങേറ്റ അപലനീയമായി തോന്നുന്നത്. അത് നിങ്ങൾ ഇനിയിപ്പോൾ പണത്തിന് വേണ്ടി മാത്രമാണ് ഈ മതത്തിന് വേണ്ടി സേവ ചെയ്യുന്നതെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. കാര്യം ഓരോരുത്തർക്ക് അരി വാങ്ങണം, കണ്ടന്റ് ആണല്ലോ. ഓരോ രീതിയിൽ അരി വാങ്ങണം, ജീവിക്കണം, ജീവിച്ച് മുന്നോട്ട് പോകണം. അപ്പം എന്ത് തോന്നിയ അവസരത്തിനും കുടപിടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇവര് ബാക്കിൽ കൂടെ ചെയ്യുന്ന പണികൾ ഈ ഇസ്ലാം മതത്തിനെയും ഇതൊക്കെ ഇവിടെ ഇസ്ലാം മതത്തെ മാത്രമൊന്നുമല്ല പറഞ്ഞിട്ടുള്ളേ, ക്രിസ്ത്യാനികളെ വെറുതെ വിട്ടിട്ടുണ്ടോ, ഹിന്ദുക്കളെ വെറുതെ വിട്ടിട്ടുണ്ടോ. അപ്പം ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മതം എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം വരുന്നതാണ്. അത് ആരുടെയും കുറ്റമൊന്നുമല്ല. പിന്നെ ചിലരത് വിശ്വസിക്കുന്നു, ചിലരത് വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് അവരവരുടെ വെളിച്ചമാണ്, അവരവരുടെ ചിന്തകൾ അവരവരുടെ വെളിച്ചമാണ്. അതിനകത്ത് നമ്മൾ നെഗറ്റീവും പറയേണ്ട, പോസിറ്റീവും പറയത്തില്ല. എല്ലാ തരം ജീവികൾക്കും അല്ലെങ്കിൽ എല്ലാ തര സെക്സ് ചെയ്യുന്നവർക്കും എല്ലാ രീതിയിലുള്ള ചിന്തകൾക്കും ഒക്കെ ഇവിടെ ജീവിക്കാനുള്ള അനുവാദമുണ്ട്. മനസ്സിലാകുമോ? അപ്പം ഇതെല്ലാം സഹജീവികളാണ്. അവർക്ക് ജീവിക്കാനും അവർക്ക് അങ്ങനെ ചിന്തിക്കാനും ഒക്കെ ഉള്ള അവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പൊ അവരെ അങ്ങനെ ആ രീതിയിൽ ജീവിക്കാനും ഒക്കെ അങ്ങ് വിടുക. അല്ലാതെ ഈ തെറി പറയുക, അവരുടെ മക്കളെ പറയുക, ഇതിനെയൊന്നും വലിയതായിട്ട് യോജിപ്പൊന്നുമില്ല. നമുക്ക് ഇതിനെപ്പറ്റി അധികം അറിവും കാണില്ല. ഇനിയിപ്പോ ഈ ഷെബീന ബീവി പറയുന്ന കണക്കാണ് ഈ വെനീസ് TV ഒക്കെ ഇത് ചെയ്യുന്നെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക തന്നെ വേണം. അതിനകത്ത് ഒരു തെറ്റുമില്ല. കാര്യം നമുക്കറിയില്ലല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റിയല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ തന്നെ പറയുക, മുഹമ്മദ് നബിയുടെ അമ്മ ഇതേ കണക്ക് ആമിന എന്ന് പറയുന്ന ഒരു വെടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. ഷെബീന ബീവിയാന്ന് പറയുന്നതാണോ ശരിയെന്നൊക്കെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. സോ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.